ഒരു കാന്തം പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളും സമ്പത്തും നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരാൻ ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് പറഞ്ഞു തരട്ടെ. ഇതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുക എന്നതാണ്. അതായത് മറ്റാരുടെയും ഡിസ്റ്റർബ് ഉണ്ടാവാത്ത രീതിയിൽ വലിയൊരു മിറർ ഉള്ള ഒരു റൂം നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെയുള്ള കണ്ണാടിയിൽ നിങ്ങളുടെ രൂപത്തെ നോക്കി നിങ്ങൾ മനോഹരമായിട്ട് പുഞ്ചിരിക്കുക. അതേപോലെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് പുഞ്ചിരിയോടെ നോക്കുക. അതിലേക്ക് നോക്കി നിങ്ങളുടെ മുഖത്ത് സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ടാക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ പ്രാക്ടീസ് നിങ്ങളൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രസന്റിൽ, അതായത് വർത്തമാന നിമിഷത്തിൽ നിന്നുകൊണ്ട് ആ ഒരു മിററിലേക്ക് നോക്കി നിങ്ങളെ തന്നെ നോക്കി നിങ്ങൾ സംസാരിക്കുക. അതായത് സംസാരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു അഫർമേഷൻ, നിങ്ങൾക്ക് എന്താണോ നടക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻ പറയുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ഇപ്പൊ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ആ ബന്ധം വളരെ മനോഹരമാണെന്നും ഉറച്ചു വിശ്വസിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന അഫർമേഷൻസ് കണ്ണാടിയിൽ നോക്കി വളരെ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിയോടെ പറയാം. ഇതിൽ ആദ്യത്തേത്, ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യയാണ് അല്ലെങ്കിൽ യോഗ്യനാണ്. ഇനി ആ വ്യക്തിയുടെ പേര് പറഞ്ഞ ശേഷം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഇപ്പം നിതിൻ ആണെങ്കിൽ നിതിൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുക. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണ്. ഞങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനവും സ്നേഹവും കരുതലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷവും സ്നേഹവും കടന്നു വന്നതിൽ ഞാൻ പ്രപഞ്ചത്തോട് നന്ദിയുള്ളവളാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ് എന്ന് പറയുക. ഇനി അടുത്തതായിട്ട് ആ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. അതായത് ആ വ്യക്തി നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ടും നിങ്ങൾ സംസാരിക്കുന്നതായിട്ടും സ്നേഹം പങ്കിടുന്നതായിട്ടും ഒക്കെ വിഷ്വൽ ചെയ്യുക. ആ നിമിഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങളുടെ മനസ്സിൽ അനുഭവപ്പെടണം. അങ്ങനെ നിങ്ങൾ അതിനുശേഷം പ്രപഞ്ചത്തോട് നന്ദി പറയുക, എന്നിട്ട് അവസാനിപ്പിക്കുക. ഈ പ്രാക്ടീസ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രാക്ടീസിൽ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക.